നവരാത്രി ആഘോഷത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് അറിയാമോ? രംഭൻ എന്ന അസുര രാജാവിന്റെ പുത്രനായിരുന്നു മഹിഷാസുരൻ. രംഭാസുരൻ ശാപഫലത്താൽ മഹിഷം ആയിത്തീർന്ന ശ്യാമള എന്ന രാജകുമാരിയിൽ ഉണ്ടായ പുത്രനായിരുന്നു മഹിഷാസുരൻ. മഹിഷാസുരൻ അതീവ ബലവാനായിരുന്നു. ദേവതകളെ മുഴുവൻ കീഴടക്കി സമസ്ത ലോകത്തും ആധിപത്യം സ്ഥാപിക്കാൻ മോഹം ഉദിച്ച മഹിഷാസുരൻ അതിനുള്ള ശക്തി സമ്പാദിക്കുന്നതിനായി ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്താൻ തപസ് അനുഷ്ഠിച്ചു. നീണ്ട തപസ്സിനൊടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന ചോദ്യത്തിനു മുമ്പിൽ ഒരു കാരണവശാലും തനിക്ക് മരണം ഉണ്ടാവരുത് എന്ന വരമാണ് മഹിഷാസുരൻ ആവശ്യപ്പെട്ടത്. അത് നടക്കാത്ത കാര്യമാണ് എന്ന് അറിയിച്ച ബ്രഹ്മദേവനോട് സ്ത്രീ നിമിത്തം മാത്രമേ തനിക്ക് മരണം ഉണ്ടാകാൻ പാടുള്ളൂ എന്ന വരം ആവശ്യപ്പെട്ടു. സ്ത്രീകൾ പുരുഷന്മാരോളം ശക്തരല്ലാത്തതിനാൽ സ്ത്രീ നിമിത്തം തനിക്ക് മരണം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മഹിഷാസുരൻ കണക്കുകൂട്ടി. ബ്രഹ്മാവ് വരം നൽകി. മഹിഷാസുരൻ അജയ്യനായി. വളരെ പെട്ടെന്ന് തന്നെ മഹിഷാസുരൻ തനിക്ക് കിട്ടിയ വരത്തിൽ ദുരുപയോഗം ചെയ്തു. ദേവേന്ദ്രനെ ആക്രമിച്ച് ദേവലോകം സ്വന്തമാക്കി. ദേവകൾ ഒത്തൊരുമിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ത്രിമൂർത്തികളെ സമീപിച്ചു. ഒരു സ്ത്രീയെ കൊണ്ട് മഹിഷാസുരനെ ഇല്ലാതാക്കാൻ സാധിക്കൂ എന്നതിനാൽ എല്ലാ ദേവകളും തങ്ങളുടെ ശക്തിയുടെ ഒരംശം എടുത്ത് ഒരു സ്ത്രീ രൂപത്തിന് ജന്മം നൽകി. അതായിരുന്നു ദേവി ദുർഗ. ദേവകൾ തങ്ങളുടെ ശക്തിയോടൊപ്പം അവരുടെ ആയുധങ്ങളും ദുർഗാദേവിക്ക് നൽകി. ദുർഗാദേവി യുദ്ധത്തിന് തയ്യാറായി പുറപ്പെട്ടു. ദേവി ദേവലോകത്തെത്തി മഹിഷാസുരനെ വെല്ലുവിളിച്ചു. ദേവിയെ കണ്ടപ്പോൾ മഹിഷാസുരൻ ദേവിയിൽ അനുരക്തനായി. എന്നാൽ തന്നെ പരാജയപ്പെടുത്താൻ കഴിവുള്ള ഒരാളുടെ ഭാര്യയാകാനാണ് തനിക്കിഷ്ടമെന്ന് ദേവി അരുളി ചെയ്തു. ഇരുവരും യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിനെത്തിയ മഹിഷാസുരന്റെ മന്ത്രിമാരെയെല്ലാം ദുർഗാദേവി കൊന്നൊടുക്കി. ഒടുവിൽ മഹിഷാസുരൻ തന്നെ നേരിട്ടെത്തി. ദേവി വിഷ്ണു ചക്രം കൊണ്ട് മഹിഷാസുരന്റെ കണ്ഠം ഛേദിച്ചു. ദേവതകളെല്ലാം അത്യധികം ആനന്ദിച്ചു. വിജയദശമി ദിവസമാണ് മഹിഷാസുര വധം നടന്നത്. അതിനാൽ അന്നേ ദിവസം ശക്തിയുടെയും ധർമ്മത്തിന്റെയും പ്രതീകമായി പ്രാചീനകാലം മുതൽ ദേവി ആരാധന നടത്തുന്നു. പരാശക്തി, ദുർഗ, മഹാലക്ഷ്മി, സരസ്വതി എന്നീ 3 ഭാവങ്ങളിൽ നവരാത്രിയിൽ പൂജിക്കുന്നു. മഹിഷാസുരനെ വധിക്കാൻ ദേവി ഉത്ഭവിച്ചപ്പോൾ മഹാവിഷ്ണു ദേവകളോട് പറഞ്ഞു, നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ അവൾക്ക് സമർപ്പിക്കുക. അവൾ അതിനെയെല്ലാം നിങ്ങൾക്ക് ഇരട്ടിയായി തരും. വിജയദശമി ദിവസം സരസ്വതി ഭാവത്തിൽ നമ്മൾ സമർപ്പിച്ച എല്ലാ കഴിവുകളും ദേവി ഇരട്ടി പ്രഭാവത്തിൽ നമുക്ക് തിരിച്ചു നൽകുന്നു. കുഞ്ഞുങ്ങൾ ആ ശക്തിയുടെ പ്രഭാവത്തോടെ ആദ്യാക്ഷരം കുറിച്ച് പ്രവേശിക്കുന്നു.